ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് ചോദിക്കുന്നു, എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാവുക അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവുക? ഗുരു പറഞ്ഞു, നീ ആദ്യം പോയിട്ട് മാർക്കറ്റിൽ നിന്ന് ഒരു തണ്ണിമത്തം വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞു. വലിയൊരു തണ്ണിമത്തം, അത് തലച്ചുമടായിട്ട് കൊണ്ടുവരാനും പറഞ്ഞു. ഗുരു പറഞ്ഞതല്ലേ? ശിഷ്യൻ പോയി വലിയൊരു തണ്ണിമത്തനും വാങ്ങി തലയിൽ ചുമന്ന് വരുന്ന സമയത്ത് വഴിയിൽ വരുന്നവർ മുഴുവൻ ഇയാളെ കളിയാക്കുമായിരുന്നു. ചിലർ പൊട്ട വാക്കുകൾ ഉപയോഗിക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു, ഇവൻ എന്തിൻ്റെ കേടാന്ന് ചോദിക്കുന്നു, അല്ലേ? നമ്മുടെ ചില കമൻ്റ് ഒക്കെ ഇടുന്ന ചില ആളുകളെ പോലെ ഏതാ ഈ ഊള, അല്ലേ? അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഡയലോഗുകൾ, ഭയങ്കര പ്രശ്നങ്ങൾ, ഏതാ ഈ, അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ പെരുമാറുക. ഇതുപോലെ ഈ ശിഷ്യനെയും ഒരുപാട് പേര് കളിയാക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ അയാൾ സഹനത്തോടുകൂടി ആ സാധനം അവിടെ കൊണ്ടുപോയി ഗുരുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ അങ്ങ് പറഞ്ഞ തണ്ണിമത്തൻ എത്തിയിരിക്കുന്നു, ഇനിയെങ്കിലും പറഞ്ഞു തരൂ, എങ്ങനെയാണ് ഹാപ്പിനെസ് ഉണ്ടാവുക, എങ്ങനെയാണ് സക്സസ് ഉണ്ടാവുക? അപ്പോൾ ഗുരുനാഥൻ ചിരിച്ചുകൊണ്ട് ആ പയ്യനോട് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ തന്നെ നീ ചെയ്താൽ മതി. നിൻ്റെ വഴിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഒരുപാട് പേര് നിന്നെ കളിയാക്കും. ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി നീ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഒട്ടക്കിടാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരും. നമ്മുടെ ലൈഫിലേക്ക് പൊട്ട കാര്യങ്ങൾ വരാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല. നല്ലത് ചെയ്യാൻ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. കളിയാക്കുന്നവരോട്, നമ്മളെ ഷൗട്ട് ചെയ്യുന്നവരോട്, അനാവശ്യമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരോട് പോയി പണി നോക്കാൻ പറവായി.